നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ പുതിയ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ രണ്ടാഴ്ചത്തെ, ഏകദേശം രണ്ടാഴ്ചയാകുന്നു അദ്ദേഹം അധികാരമേറ്റിട്ട്, മന്ത്രിസഭ അധികാരമേറ്റിട്ട്. നിയമസഭ കൂടുകയും ഗവർണർ നയപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിനിടയിൽ കൂടിയാണ് ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ കൃത്യമായ ഒരു റെയ്ഡ്, ഇ ഡി റെയ്ഡ് ഉണ്ടാകുന്നത്. അത് ശ്രീ പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ല, അദ്ദേഹത്തിൻ്റെ മകളെയാണ് എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ആ ഒരു കേസ്, ഇതെല്ലാം എങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ബാധിക്കുന്നു, അതായത് എങ്ങനെയാണ് രാഷ്ട്രീയം കേരളത്തിൻ്റെ ഈ സിറ്റുവേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഞാൻ കാണുന്നത് രണ്ടാണ്. ഒന്ന്, നിയമസഭ കൂടിയപ്പോൾ ഗവർണറുടെ മുമ്പിൽ വെച്ച് വന്ദേ മാതരം പാടിയത്, അത് ഗവർണറിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവൻ ലോക് ഭവൻ ഓർഗനൈസ് ചെയ്തത് മുഴുവൻ പാടി. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സംഘപരിവാർ മയമാക്കി വെച്ചു. പക്ഷേ അത് വളരെ മിനിമമായിട്ട് സർക്കാരിൻ്റെ ഒരു ഡയറക്ഷൻ പാലിക്കുന്ന, സർക്കാർ കാര്യം മുറ പോലെ എന്ന മട്ടിൽ അത് സതീശൻ സർക്കാർ അങ്ങനെ ചെയ്തു. അത് എനിക്ക് തോന്നുന്നത് കേരളത്ത് അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ രണ്ട് കൂട്ടർക്കും, ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഇതിങ്ങനെയാണ് ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവർണർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് റെയ്ഡിൻ്റെ കാര്യത്തിൽ. ആദ്യമായി പിണറായി വിജയൻ മീഡിയയുടെ മുമ്പിൽ വരാൻ ധൈര്യം കാണിച്ചത് ആ റെയ്ഡോട് കൂടിയാണ്. ആ റെയ്ഡ് മൂലം CPM-ൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ MA ബേബിക്ക് അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ഡൽഹിയിൽ സ്വന്തമായി ഒരു പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ, സെക്രട്ടറി എന്ന നിലയിൽ ഒരു ബംഗ്ലാവുള്ള ശ്രീ ബേബിയെ അവർ പോലീസുകാർ സാധാരണ പ്രൊട്ടസ്റ്റെ പോലെ ട്രീറ്റ് ചെയ്ത് ഭവാനയിൽ കൊണ്ടുപോയി രാത്രി 8 മണിക്ക്. ഭവാന എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ക്രൂര കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അടിയന്തരാവസ്ഥ സമയത്തൊക്കെ രഞ്ജയ് ഒട്ടും പ്രിയമില്ലാത്തവരൊക്കെയാണ് അങ്ങോട്ട് മാറ്റിയിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ തിഹാറിൽ വെച്ചിരുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. മാത്രമല്ല, ഇതിനിടയിൽ കൂടി ശ്രീ സതീശൻ, ഈ റെയ്ഡ് നടക്കുന്ന സമയത്താണ് ശ്രീ സതീശൻ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിരിക്കുന്നത്. അത് ഈ 11 മണിക്കായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് 9 മണിക്ക് ഞാൻ അദ്ദേഹത്തെ ഒരു കേർട്സി കാണാൻ വേണ്ടി കാണുമ്പോൾ അദ്ദേഹവും ബാക്കിയുള്ളവരെ പോലെ ടെലിവിഷനിൽ നോക്കിയിരിക്കുകയാണ്, എന്താണ് നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുവിടാ എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞത്. അത് ഒരു 10 മണി കഴിഞ്ഞപ്പോഴും ശ്രീ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും അങ്ങനെ പറയുകയുണ്ടായി. 11-ന് ശേഷം അദ്ദേഹം പിന്നീട് ഈ റെയ്ഡിനെ കുറിച്ച് പറയുന്നത് ഇന്നലെ പ്രസ് കോൺഫറൻസിലാണ്. അതായത് ബുധനാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ്, വെള്ളിയാഴ്ചയാണ് അദ്ദേഹം പറയുന്നത്. 12 പ്രാവശ്യം മീഡിയ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ കൃത്യമായ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, ഞാൻ അത് പഠിച്ച് എന്താണ് എന്ന് നോക്കി പറയുന്ന ഒരു രീതിയാണ് എൻ്റേത് എന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ പറയുന്നത് പോലെ ഇന്നലെ വളരെ വളരെ പ്രധാനമായിരുന്നു ഇന്നലത്തെ സംഭവങ്ങൾ. താങ്കൾ സൂചിപ്പിച്ചത് പോലെ ആദ്യം അതിൽ ഏറ്റവും പ്രധാനം വന്ദേ മാതരം. ഞാൻ വളരെ വർഷങ്ങളായി, പതിറ്റാണ്ടുകൾ കേരള നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ വന്ദേ മാതരം അവിടെ ആലപിക്കുക എന്നത് അത് സ്വമേധയാ അംഗങ്ങളോ സ്പീക്കറോ മന്ത്രിസഭയുടെയോ താല്പര്യപ്രകാരമല്ല. ഇന്ന് യൂണിയൻ സർക്കാർ, മോദി അമിത്ഷാ യൂണിയൻ സർക്കാർ നൽകിയ ഒരു മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി അവർ
നിയോഗിച്ച RSSന്റെ പ്രചാരക്കായ അർലേക്കർ എന്ന ഗവർണർ നിർബന്ധിച്ച് അവിടെ വായിച്ചതായിരുന്നു വന്ദേ മാതരത്തിന്റെ ആദ്യ 2 പാരാസ്. ഇതാണ് വസ്തുത. ഇതിന്റെ സന്ദർഭം, ഈ ചരിത്രപരമായ സന്ദർഭം ഇതാണ്. അത് വളരെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലും ജനാധിപത്യ ചരിത്രത്തിലും വളരെ വളരെ ഞാൻ പറയുന്നത് വന്ദേ മാതരത്തോടുള്ള എല്ലാ ബഹുമാനവും നിരന്തരം അതിന് ഇതുവരെ കേന്ദ്ര സർക്കാർ, യൂണിയൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന പോലെ, അത് തീരുമാനിച്ചിരുന്നത് പോലെ അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ദേശാഭിമാനത്തോടെ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഇന്ത്യൻ പൗരനുമാണ്. പക്ഷെ ഇന്നലെ നിർബന്ധമായി അത് മോഡി സർക്കാരിന് വേണ്ടി ഗവർണർ കേരളത്തിലെ നിയമസഭയിൽ അടിച്ചേൽപ്പിച്ചതും എനിക്ക് കടുത്ത അമർഷവും എന്റെ മുറിവേറ്റ ദേശാഭിമാനബോധവും. കാരണം അദ്ദേഹം അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. അദ്ദേഹം നിങ്ങൾക്ക് കൂടി പരസ്പരം സർക്കാരും ലോക്ഭവനും തമ്മിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് മാത്രമേ ഗവർണർ ഇടപെടാൻ പാടുള്ളൂ ആയിരുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ ഇത് ഒരു വിഷമം വളരെ ചരിത്രത്തിലെ അത്ര ശുഭദിനമായി ഞാൻ കാണുന്നില്ല. കാരണം ഇനിയും വരാനിരിക്കുന്ന ഇത്തരം അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കലുകളാണ് ഏത് സംസ്ഥാന സർക്കാരിനെയും സതീശൻ സർക്കാരിനെയും കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഭരണകർത്താക്കളും പ്രതിപക്ഷവും മനസ്സിലാക്കണം. ഇത് തുടക്കം മാത്രമാണ്. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സാമ്പിൾ ഡോസ് ആണ് ഗവർണറും മോഡിയും ഇറക്കി. ഇതാണ് ആദ്യം താങ്കൾ സൂചിപ്പിച്ച കാര്യം. അത് വളരെ പ്രധാനമാണ്. അത് നമുക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും പാർട്ടികൾക്കും മതേതര പാർട്ടികൾക്കും ഒരു മുന്നറിയിപ്പാണ്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ആദ്യം പറഞ്ഞാൽ. രണ്ടാമത് നയപ്രഖ്യാപനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് തികച്ചും നിരാശാജനകമായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ഞാനും ഇതേപോലെ വർഷങ്ങളായി എത്രയോ ഗവർണറുടെ നയപ്രഖ്യാപനങ്ങൾ കേൾക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും അതിനെ വിശകലനം ചെയ്യുന്നതിന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഇന്നലെ അർലേക്കർ നിയമസഭയിൽ അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ നയപ്രഖ്യാപനമായിരുന്നില്ല, സതീശന്റെ ഭാഷയിൽ തന്നെ സർക്കാരിന്റെ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. ഇത് താങ്കൾ വായിച്ചു നോക്കിയാൽ അതിന്റെ ഫുൾ ടെക്സ്റ്റ് വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. നയപ്രഖ്യാപനം എന്നാൽ എന്താണ്? ഒരു സർക്കാരിന്റെ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപരേഖയാണ് നയം. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പദ്ധതി പ്രഖ്യാപനം, ബഡ്ജറ്റ് പ്രഖ്യാപനം ആവാം. പക്ഷെ നയപ്രഖ്യാപനം അടിസ്ഥാനപരമായി എന്റെ സർക്കാർ എന്തെല്ലാം മൗലികമായ കാര്യങ്ങളിൽ സ്ഥിതി ചെയ്യും അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും, അതിന്റെ ദിശ എങ്ങനെയാണ്, അതിൽ തീർച്ചയായും രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. രാഷ്ട്രീയമില്ലാത്ത ഒരു ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ നയപ്രഖ്യാപനമില്ല. പ്രാധാന്യമുള്ള തലസ്ഥാനത്തെ റെയ്ഡ്, പൊതു താല്പര്യം കാത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കേൾക്കാൻ. അദ്ദേഹം ഡൽഹി തലസ്ഥാനത്തുണ്ട്, അതായത് ഹോം മിനിസ്റ്റർ ഇത് ആവശ്യപ്പെട്ട ഹോം മിനിസ്റ്റർ. അദ്ദേഹം 2 ദിവസം മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് തട്ടിപ്പോകും. ഇത് നിങ്ങളിൽ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനിൽ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ ഇത് എതിർക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് അവർ മൈക്കുമായി ചെന്നു. അദ്ദേഹം എന്താണ് വിചാരിച്ചത്? മാധ്യമങ്ങളെ ചിരിച്ചു കാണിച്ചത് കൊണ്ടും തുടർച്ചയായി പിണറായിയുടെ കാര്യം ഓർമ്മിപ്പിച്ചത് കൊണ്ടും മാധ്യമങ്ങളോടുള്ള ജനാധിപത്യപരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് തുടർച്ചയായി ഞാൻ പിണറായി അല്ല എന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അറിയാമല്ലോ മാധ്യമ പ്രവർത്തകർക്ക്. അപ്പോൾ അദ്ദേഹം 2 ദിവസം സുപ്രധാനമായ കാര്യത്തെ പറ്റി ഒരുപാട് മാനങ്ങളുള്ള രാഷ്ട്രീയ മാനങ്ങളുള്ള കാര്യത്തെ പറ്റി നിശബ്ദനായിരിക്കുക മാത്രമല്ല പറയാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഞാൻ ഉണ്ടാവില്ല.
കാരണം പറയാൻ പറഞ്ഞോ, ഞാൻ താങ്കളുടെ പ്രസംഗം വായിച്ചു നോക്കിയാണ് ഞാൻ ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഒരു ഞാനും തിരിച്ച് തരത്തിലുള്ള നോക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഞാനത് പറയാൻ നോക്കാറുണ്ട്. എത്ര താങ്കൾ സംസാരിക്കുന്നു അത്രത്തോളം ഇല്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും പറയാൻ അനുവദിക്കണം. ഇത് തെറ്റ് മാധ്യമങ്ങൾ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ന്യായീകരിക്കുന്നു. അത് ന്യായീകരിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന സ്വരവും അദ്ദേഹം അപേക്ഷ ഒരു കപട എളിമ കാണിച്ച് എന്നെ കുമ്പിട്ട് എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനമാകുമ്പോൾ എന്റെ അവകാശമാണ് പറയാനുള്ളത്. അങ്ങനെ അവകാശമൊന്നുമില്ല. പൊതു കാര്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിൽ ഇത് തന്നെയാണ് അരപ്പിണറായി. അരപ്പിണറായി, അര നെഹ്റുവല്ല, അതിൽ അരപ്പിണറായിയാണ് ഞാൻ. ഒരു കാര്യം കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കും. പത്രപ്രവർത്തനം റിപ്പോർട്ടിംഗ് ഇല്ലെങ്കിലും താങ്കൾക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗിക ചരിത്രമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ 12 തവണ തന്റെ വാതിലിൽ മുട്ടിയ ഈ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പഠിക്കാൻ സമയം വേണമെന്ന 2 വാക്ക് പറയുന്നതിന് എന്താണ് മുഖ്യമന്ത്രിയെ തടഞ്ഞത്? അദ്ദേഹം പറയട്ടെ. താങ്കൾ ഈ കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർ താങ്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ട ഗതികേട് എനിക്ക് ആവശ്യമില്ല. താങ്കൾ തന്നെ ഇത് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മള് ശ്രീ പിണറായി വിജയൻ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ഇത് താങ്കളുടെ ഇത് എമോഷണൽ ആകേണ്ട കാര്യം. ഇവിടെ ജീവിക്കുന്ന പ്രധാനമന്ത്രി 12 വർഷമായ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി 12 വർഷമായി ഒരു ക്യാമറയും അനുഭവിച്ചിട്ടില്ല. അതിന് മുമ്പേ കടക്കു പുറത്തു എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം ഒരു 2 ദിവസത്തേക്ക് അദ്ദേഹം മൗനം പാലിച്ചാൽ ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കാം. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കേൾപ്പിക്കാം. ഇത് ഞാൻ മാധ്യമ ഓൺലൈനിൽ കുറിച്ചപ്പോൾ താങ്കൾ ഈ പറയുന്നു, താങ്കൾ സംരക്ഷണം ഒരുക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കാര്യം പ്രധാനമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ താങ്കൾ ഇതിന്റെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി നേരിട്ട് വിളിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുക എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ പറയേണ്ടത് പറഞ്ഞു. മാധ്യമ പ്രവർത്തനം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, അദ്ദേഹത്തിൻ്റെതായ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഉണ്ട്. ഇത് വീണ തൈക്കണ്ടിക്കെതിരെ അദ്ദേഹത്തിന് പോളിറ്റിക്സ് ഇല്ല എന്ന് താങ്കൾക്ക് പറയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ കൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. താങ്കൾ തന്നെ ഉപയോഗിച്ച വാക്ക് ഒളിച്ചോടൽ. ഞാനല്ല പറഞ്ഞു, ഒളിച്ചോടൽ എന്നുള്ള വാക്ക് താങ്കളല്ലേ ഉപയോഗിച്ചത്. ഒളിച്ചോടി പോയി 2ാമത്തെ ദിവസം വന്ന് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താങ്കളുടെ കൂടെ തന്നെ ആയിരിക്കും.